സുധാകരന്റെ കയ്യിലും കഴുത്തിലും കാലിലും തലയിലും വെട്ടേറ്റു എന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. വലത് കൈ അറ്റുനീങ്ങി. അമ്മ ലക്ഷ്മിയുടെ നെറ്റിയുടെ മുകൾ ഭാഗത്തുണ്ടായത് ആഴത്തിലുള്ള മുറിവുമാണ്. ഗോകുൽ വി എസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഗോകുൽ, ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അരുംകൊല എന്നു തന്നെയാണ്. തീർച്ചയായും വലിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന ശരീരത്തിൽ 8 വെട്ടുകൾ, സുധാകരന്റെ ശരീരത്തിൽ 8 വെട്ടുകളാണ് ഏറ്റത്. സുധാകരന്റെ കയ്യിലും കാലിലും കഴുത്തിലുമാണ്. ഇതിൽ പിൻകഴുത്തിൽ വന്ന വെട്ടാണ് ഈ ഒരു മരണകാരണമായി കണക്കാക്കുന്നത്. വലത് കൈ അറ്റു നീങ്ങുന്ന രീതിയിലേക്കും വെട്ടി. ഈ പ്രാഥമിക നിഗമനം അനുസരിച്ച് കഴുത്തിന്റെ പിൻഭാഗത്ത് ഒരു വെട്ടേറ്റിരുന്നു. അതാണ് ഇത്തരത്തിലൊരു പ്രധാന പ്രശ്നമായി വന്നത്. അതോടൊപ്പം തന്നെ സുധാകരനെ ആദ്യം ഇയാൾ വെട്ടിയത് മുട്ടിനായിരുന്നു. അതുകൊണ്ട് തന്നെ സുധാകരനെ ഏതെങ്കിലും രീതിയിൽ ഓടി രക്ഷപ്പെടാനോ മറ്റോ കഴിഞ്ഞിരുന്നില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. കാരണം ആദ്യം മുട്ടിന് വെട്ടി, അതോടുകൂടി അയാൾക്ക് ഓടാനോ മറ്റൊന്നിനും കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം വാക്കത്തി കൊണ്ട് കയ്യിലും കാലിലും വീണ്ടും വെട്ടി, കഴുത്തിന്റെ പിൻഭാഗത്തും വെട്ടി. ഈ കഴുത്തിന്റെ പിൻഭാഗത്ത് വെട്ടിയ ആ മുറിവാണ് ഈ ഒരു പ്രധാനമായി മരണകാരണത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവുക എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇൻക്വസ്റ്റ് എത്തി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ അമ്മ ലക്ഷ്മിയുടെ നെറ്റിയുടെ മുകൾ ഭാഗത്ത്, തലയുടെ ഭാഗത്തായി വെട്ടേറ്റിട്ടുണ്ട്. ഇത് ആഴത്തിലുള്ള വെട്ടാണ്. ഈ വെട്ടാണ് അമ്മയുടെ മരണത്തിലേക്കും നയിച്ചിട്ടുള്ളത്. അതിക്രൂരമായ ഒരു കൊലപാതകം എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു വാക്കത്തി, ഈ കൊലയ്ക്ക് ഉപയോഗിച്ച വാക്കത്തി വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വാക്കത്തി കൂടി ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു. അതും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കാരണം പ്രതി ജാമ്യത്തിലിറങ്ങി അരുംകൊല നടത്തി, ഇരട്ടക്കൊല നടത്തി. അത് വലിയ ക്രൂരമായി ചെയ്തു എന്നുള്ളതാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും പറയുന്നത്.